സർവകലാശാലയുടെ എൻട്രൻസ്, ഞങ്ങൾ ഈ എൻട്രൻസിലുണ്ട്, മാറിയിട്ടില്ല. നിലപാട് മാറ്റിയവരും ഒളിച്ചോടിയവരും ആരാണെന്ന് അതെന്താ സംശയം? ഒളിച്ചോടിയില്ലേ? ഇതാണ് സർവകലാശാലയുടെ എൻട്രി. നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാം, ക്യാമറ കാണുന്നുണ്ടല്ലോ. പിന്നെന്താ വേറെന്താ സംശയം? പുറകിലോട്ട് ഓടിയല്ലോ, ഈ പറയുന്ന വീരവാദികളൊക്കെ ഓടിയല്ലോ, വീരന്മാരുടെ പിന്മുറക്കാരൊക്കെ വിളിച്ച ഓടിയല്ലോ. ആ ഓട്ടത്തിന് അത് തന്നെയാണ് പ്രതിഷേധം. ഞങ്ങൾ പ്രതിഷേധം ആ നിലയിൽ, ഞങ്ങൾ ഗവർണർ പോയതിന് ഞങ്ങൾ ആ നിലയിൽ തന്നെ പ്രതിഷേധിച്ച് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കും. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ നിലയിൽ ഈ റൂട്ടിലാണ് വരുന്നതെങ്കിൽ ആ പ്രതിഷേധം ഒന്നും കൂടി അറിയിക്കും, വേറൊന്നുമില്ല. ഏതൊക്കെ നിലയിൽ റൂട്ട് മാറി പോയാലും ഈ പ്രതിഷേധം ഉണ്ടാകും, എങ്ങനെയൊക്കെ ഒളിച്ചോടാൻ നോക്കിയാലും. ഇങ്ങനെയാണ് നിലപാടെങ്കിൽ ഇനിയും ഒരുപാട് റൂട്ടുകൾ കണ്ടുപിടിക്കേണ്ടി വരും രാജ്ഭവൻ. അല്ല, ഈ അടയാളങ്ങളൊക്കെയും ഉണ്ടാകുന്ന പരിപാടിയിലെ അദ്ദേഹം പങ്കെടുക്കുമെങ്കിൽ ആ നിലയിൽ ഞങ്ങളും പ്രതിഷേധം ഉയർത്തും, ഭരണഘടന ഉയർത്തിപ്പിടിച്ച്. ഗവർണർ പോകുന്ന വഴിയിലെല്ലാം പ്രതിഷേധിക്കും. ഈ പരിപാടികളാണല്ലോ, ഞങ്ങൾ ഈ വഴികളിലേക്കൊന്നും പറഞ്ഞില്ല. ഈ യൂണിവേഴ്സിറ്റി പരിപാടിയുമായി ഞങ്ങൾ ആ പരിപാടിയിൽ പ്രതിഷേധം ഉണ്ടാകും. അത് ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യമാണ്. മറ്റൊരു വഴിയിലൂടെ, അതായത് രാജ്ഭവന് അല്ല, പോലീസ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സർവകലാശാലയുടെ മുന്നിൽ നിന്നും മാറിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ വരുമ്പോൾ ഞങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ അവിടെ തന്നെയുണ്ട്. ഒരു ഇഞ്ച് മാറിയിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഒരു ഇഞ്ച് മാറിയിട്ടില്ല. നിലപാട് മാറിയവരും ഒളിച്ചോടിയവരും പുറകിലൂട്ട് പോണ്ടി വന്നവരും ഈ നാട്ടിലെ RSSകാരെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഗവർണറാണ്. അതാണ് നിങ്ങൾ പറയുന്നത്. പ്രവർത്തകരെ നീക്കാതെ പോലീസിന് പറയാൻ മാർഗമില്ലല്ലോ, അവരുടെ ചുമതലയല്ലേ? അല്ല, അതവർ ചെയ്യുമായിരിക്കും. ഞങ്ങൾ ഞങ്ങളെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാം.